കർത്താവിന്റെ അതിപരിശമായ ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 2 തിമോഥെയോസിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് നാം അവിശ്വസ്തനായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു യാഥാർത്ഥ്യത്തെ നാം ജീവിതത്തിൽ മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു യാഥാർത്ഥ്യം നാം മനസ്സിൽ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയ വിജയം നേടാൻ കഴിയുള്ളൂ. പ്രൈസ്. മനുഷ്യൻ വളരെ തന്ത്രശാലികളാണ്. കുടുക്ക് ചോദ്യങ്ങളും കുടുക്കുത്തരങ്ങളും ഒക്കെ ഉണ്ടാക്കി മനുഷ്യൻ പലതിനെയും അല്ലൊരിയ തന്ത്രപരമായിട്ട് ഇടപെടുന്നവനാണ്. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ അവിശ്വസ്തത നിറഞ്ഞതാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെയും വളരെ അവിശ്വസ്തത പല കുടുംബങ്ങളും നിലനിൽക്കുന്ന കാണാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ തലമുറ വളരെ അവിശ്വസ്തതയാണ് ദൈവത്തോടും ഭവനത്തിൽ മാതാപിതാക്കളോടും കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ മനുഷ്യൻ വളരെ തന്ത്രശാലികളായി തന്ത്രപരമായ കാര്യങ്ങളിലൂടെ അവർ പലതിനെയും ചെയ്ത് ദൈവത്തിൽ നിന്ന് അവിശ്വസ്തരായി പാർക്കുമ്പോൾ, ദൈവത്തോട് അവിശ്വസ്തത കാണിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ദൈവം വിശ്വസ്തനായി പാർക്കുന്നു എന്നുള്ളത്. ലേരിയ. അപ്പം ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാം മനസ്സിലാക്കി അതിനോട് യോജിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് ആത്മീയമായ അനുഭവത്തിലൂടെ ദൈവികമായ സന്തോഷത്തിലൂടെ ഈ ഭൂമിയിലെ ജീവിതം നയിച്ച് നിത്യമായ പരദീസിൽ ചെല്ലാൻ കഴിയുള്ളൂ. പ്രൈസ്. അപ്പോൾ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, അല്ലെങ്കിൽ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനം 5:24 വായിക്കുവാണ്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, അവനത് നിവർത്തിക്കുമെന്ന്. നമ്മെ വിളിച്ച ദൈവം ആരാണത്? വിശ്വസ്തനായ ദൈവമാണ്. അല്ലേറിയ. അപ്പൊ നമ്മോട് പറഞ്ഞിട്ടുള്ള സകല വാഗ്ദത്തങ്ങളും ദൂതുകളും ആലോചനകളും നാം അവിശ്വസ്തനായി തീർന്നാലും നമുക്കുള്ള വാഗ്ദത്തങ്ങളെ നിവർത്തിച്ചു തരുവാൻ തക്ക ആമീൻ വിധത്തിലുള്ള വിശ്വസ്തനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ വിശ്വസ്തനായി പാർക്കണം. പ്രൈസ്. പരിപൂർണമായിട്ട് അല്ലെങ്കിൽ നമ്മെ പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ ശക്തനായിരുന്ന, രക്ഷിച്ച, വീണ്ടെടുപ്പ് തന്ന, പാപത്തിന് പരിഹാരം തന്ന, ക്രൂശിൽ നമുക്ക് വേണ്ടി നമ്മുടെ അനുവാദം ചോദിക്കാതെ കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന, പരമയാഗമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വസ്തത, ഹല്ലേലൂയ, നാം ആ ക്രൂശിനെ അനുഗമിക്കുന്നെങ്കിൽ മാത്രമേ അത് നമുക്ക് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കഴിയുള്ളൂ. അപ്പൊ യേശു എല്ലാ നിലയിലും വിശ്വസ്തനായിരുന്നു. മാത്രമല്ല തന്റെ ജനത്തോട് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളിലെല്ലാം ദൈവം വിശ്വസ്തനാണ്. തന്റെ ജനത്തോട് നൽകിയ സകല വാഗ്ദത്തങ്ങളിലും ദൈവം വിശ്വസ്തനാണ്. അതെല്ലാം നിറവേറ്റും വിധത്തിൽ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അത് നമ്മൾ അബ്രഹാമിന്റെ ജീവിതത്തോടു കൂടെ കണ്ടതാണ്. ദൈവം വിളിച്ച് വേർതിരിച്ച കാലം തൊട്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ വാഗ്ദത്തങ്ങളെ വിശ്വസ്തയോടെ അബ്രഹാമിന് ശേഷവും അബ്രഹാമിന്റെ തലമുറയിലും നിറവേറുന്നത് നമ്മൾ കാണുകയാണ്. അതിന്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. അപ്പൊ നമ്മെ തിന്മയിൽ നിന്നും അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കുന്ന വിധത്തിൽ വിശ്വസ്തനാണ് നമ്മുടെ ദൈവം. മനുഷ്യനാണ് എപ്പോഴും തിന്മയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തിന്മ എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്നതാണ്. അങ്ങനെ തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നാം ദൈവസന്നിധിയിൽ അവിശ്വസ്തനായി തീരുവാൻ വിധത്തിൽ പിശാച് നമുക്ക് നേരെ ഇടർച്ചകൾ കൊണ്ടുവരുമ്പോഴും ആ തിന്മയിൽ നിന്നും നമ്മെ സൂക്ഷിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ്. നോക്കി, ഏതെല്ലാം വിധത്തിൽ നാം നോക്കിയാലും നമ്മുടെ യേശു വിശ്വസ്തനാണ്. അപ്പൊ നാം വായിച്ച ദൈവത്തിനകത്തെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ നാം അവിശ്വസ്തരായാലും ക്രിസ്തു വിശ്വസ്തനാണെന്നുള്ളതാണ്. ഈ വാക്യത്തിൽ നാം അവിശ്വസ്തനായി തീർന്നാൽ അവനും അല്ലെങ്കിൽ അവിശ്വസ്തനായി തീരും എന്നുള്ളതല്ല അവിടെ എഴുതിയിരിക്കുന്നത്. നാം അവിശ്വസ്തരായി തീർന്നാലും നമ്മുടെ ദൈവം വിശ്വസ്തനായി തീരുമെന്നാണ്
അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവം നമ്മോട് നൽകിയിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളിലും ദൈവം തന്റെ വിശ്വസ്തത തെളിയിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ 10-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ സ്തോത്രം 29-30 വാക്യങ്ങളൊക്കെ വായിച്ചാൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന സ്തോത്രം കാണാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. 32-33 വാക്യങ്ങൾ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുന്നിൽ ഞാനും ഏറ്റുപറയും. അല്ലെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കണം. ഹല്ലേലൂയ. ദൈവം തന്റെ വിശ്വസ്തത എല്ലാ കാലഘട്ടത്തിലും നിലനിർത്തുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, അല്പത്തിലും അധികത്തിൽ നിങ്ങൾ വിശ്വസ്തരായിരുന്നവരുടെ കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന മഹനീയമായ ശുശ്രൂഷയിലും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവിതത്തിലും കുടുംബത്തിലും ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തോടും മനുഷ്യരോടും കുടുംബത്തിലും ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മക്കൾ അപ്പനമ്മമാരോടും അപ്പനമ്മമാർ മക്കളോടും സമൂഹത്തോടും സഭയോടും വിശ്വസ്തത പാലിക്കണം. ഹല്ലേലൂയ. എല്ലാ നിലയിലും വിശ്വസ്തതയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അവിശ്വസ്തത കാണിച്ച് ഭൂമി ജീവിച്ചിട്ട് നാം നിത്യമായി സ്വർഗത്തിൽ ചെല്ലാം എന്ന് ചിന്തിക്കരുത്. രക്തം ചെയ്യും. ദൈവരാജ്യം എന്ന് പറയുന്നത്, സ്വർഗരാജ്യം എന്ന് പറയുന്നത് വിശ്വസ്തന്മാരാൽ നിറയപ്പെട്ടതാണ്. ഹല്ലേലൂയ. അവിടെ കളവ് ചെയ്യുന്നവനും അവിശ്വസ്തത കാണിക്കുന്നവനും വഞ്ചിക്കുന്നവനും ചതിവ് ചെയ്യുന്നവനെയും ഒന്നും അവിടെ ചേർക്കത്തില്ല. ഹല്ലേലൂയ. ദൈവരാജ്യം സമ്പൂർണമാണ്, പരിപൂർണമാണ്, വിശ്വസ്തന്മാരെ കൊണ്ട് നിറയപ്പെട്ടതാണ്. അവിടെ വളരെ പരിഭാവനമായ അനുഭവമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിങ്ങൾ അവിശ്വസ്തതയെ വെച്ച് പുലർത്താതെ, ഹല്ലേലൂയ, അവിശ്വസ്തതയ്ക്ക് കൂട്ടുനിൽക്കാതെ കർത്താവായ യേശുക്രിസ്തു വിശ്വസ്തനായിരിക്കുന്നത് പോലെ നിങ്ങൾ എല്ലാ മേഖലയിലും വിശ്വസ്തനായിരിക്കണമെന്ന് ദൈവത്തിന് ഓർമ്മിക്കുക. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, കർത്താവ് എല്ലാ കാര്യങ്ങൾക്കും വിശ്വസ്തത പ്രവർത്തിക്കുവാൻ ദൈവം ഹല്ലേലൂയ നമ്മോട് കൂടെയാണ്. കാരണം നമ്മുടെ കർത്താവ് വിശ്വസ്തതയും ആശ്വാസവും ഹല്ലേലൂയ നൽകുന്നവനാണ്. ഹല്ലേലൂയ. അപ്പം വിശ്വസ്തത കാണിക്കുന്നവർക്ക് ശരിയായ ആശ്വാസവും അവർക്ക് ശരിയായ നിലയിൽ ഫലം കായ്ക്കാനും കഴിയും. വിശ്വസ്തത കാണിക്കുന്നവർക്ക് അവർക്ക് നല്ല ആശ്വാസം ഉണ്ടായിരിക്കും. അവർ നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരുമായിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് തന്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയുകയില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന, നാം അവിശ്വസ്തനായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമായിരിക്കുന്നു. അപ്പം ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത 3 കാര്യങ്ങൾ, അല്ലേ? ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത 3 കാര്യങ്ങൾ. നമ്മൾക്ക് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്, ഞാൻ സകല ജഗത്തിന്റെയും ദൈവമായി യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ട്. ഇതൊക്കെ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ഭാഗമായ വചനങ്ങളാണ്. അല്ലേ? ആ വചനത്തേക്ക് നമ്മൾ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ഭാഗമായ വചനങ്ങളായി ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാവിൽ ആ വചനം ധ്യാനിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വിശ്വസ്ത നമുക്കറിയുന്നത്. പക്ഷെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയാത്ത 3 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, നമ്മുടെ കർത്താവിന് ഫോഷ്ക് പറയാൻ കഴിയുകയില്ല. നമ്മുടെ ദൈവത്തിന് ഫോഷ്ക് പറയാൻ കഴിയുകയില്ലെന്ന് തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒരിക്കലും നമ്മുടെ ദൈവം ഫോഷ്ക് പറയുന്നവനല്ല, അല്ലെങ്കിൽ സത്യം മാത്രം പറയുന്നവനാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ എത്തുകയില്ലെന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14-ാമൊക്കെ വായിക്കുന്നത്. വഴിയിൽ സത്യം ജീവനുമായി ദൈവം ഒരിക്കലും ഫോഷ്ക് പറയില്ല. രക്തം ചെയ്യും. എന്നാൽ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് എത്രമാത്രം ഫോഷ്കുകൾ കൊണ്ട് നിറയപ്പെട്ടതാണ്. ഒരു ദിവസം പ്രഭാതം തൊട്ട് വൈകുന്നേരം വരെ കിടക്കാൻ പോകുന്ന വരെ മനുഷ്യൻ എത്രമാത്രം ഫോഷ്കുകൾ സംസാരിക്കുന്നു. അല്ലെങ്കിൽ ചെല്ല് പറയും, ഞാൻ വളരെ വിശുദ്ധനാണ്, ഞാൻ വളരെ അല്ലെങ്കിൽ നല്ലവരാണ്, ഞാൻ കളവ് പറയത്തില്ല, അവൻ വ്യാജം ചെയ്യത്തില്ല, ചതിക്കത്തില്ല, ഫോഷ്ക് പറയത്തില്ല, തിന്മയില്ല എന്നൊക്കെ പറയുന്ന മനുഷ്യന്റെ ജീവിതം തിന്മകൾ കൊണ്ട് നിറയപ്പെട്ടതാണ്. പലരെയും നമുക്ക് ഉദാഹരണമായി എടുത്തു വെക്കാനുണ്ട്. പക്ഷെ നമ്മുടെ കർത്താവിനെ നോക്കി, ഒരിക്കലും ഫോഷ്ക് പറയാത്ത ദൈവം. അപ്പം 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ല. തന്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയില്ല. അതാണ് 2 തിമോഥെയോസ് ലേഖനം 2:13 വായിച്ചത്. നമ്മുടെ സ്വഭാവം പലപ്പോഴും നമ്മൾക്ക് മാറും. നമ്മുടെ സ്വഭാവം എപ്പോഴും മാറും.
അല്ലേരിയ. നമ്മൾ പലപ്പോഴും പലരോടും പറയാറുണ്ട്, നമുക്ക് ഈ ആവേശം കൊള്ളുമ്പോൾ, ദേഷ്യം വരുമ്പോൾ, നമ്മൾക്ക് ഈ കലിയൊക്കെ പൂണ്ട് വരുമ്പോൾ പറയാം, എന്റെ സ്വഭാവം മാറിയാൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തരുത്, എന്റെ സ്വഭാവം മാറിയാൽ എന്നൊക്കെ മനുഷ്യൻ വിളിച്ചു പറയുന്നത് നിങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് പലപ്പോഴും. രക്തം ചെയ്യും എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ നിന്റെ ഭാര്യയോട് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ എന്റെ സ്വഭാവം മാറിയാൽ നീ മേടിക്കൂടിയെന്ന്? അല്ലേരിയ. എന്നെ കേൾക്കുന്ന സഹോദരി, നീ നിന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടില്ലേ, നിന്റെ തലയായവനായ നിന്റെ ഭർത്താവിനോട് നീ പറഞ്ഞിട്ടില്ലേ എന്റെ സ്വഭാവം മാറിയാൽ നിങ്ങൾ അനുഭവിക്കുമെന്ന്? മക്കൾ അപ്പനോടും അമ്മയോടും പറഞ്ഞിട്ടില്ലേ? അമ്മയപ്പം മക്കളോട് പറഞ്ഞിട്ടില്ലേ? അത് ഈ ഭൂമി സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പം മനുഷ്യന്റെ സ്വഭാവത്തിനും മാറ്റങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ ഈ ലോകത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, തന്റെ സ്വഭാവം ത്യജിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയില്ല. നമ്മുടെ കർത്താവിന് സ്വഭാവം ത്യജിക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് കാണത്തില്ല. അല്ലേലിയ. നാം എത്രമാത്രം പാപങ്ങൾ ചെയ്ത്, എത്രമാത്രം തെറ്റുകുറ്റങ്ങൾ ചെയ്ത്, എത്രമാത്രം ദൈവത്തെ വേദനിപ്പിക്കുന്ന, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പാപത്തിന്റെ പ്രവർത്തികൾ എത്രമാത്രം നമ്മൾ ചെയ്തു. നിസാര കാരണങ്ങൾക്ക് വേണ്ടി നമ്മൾ കർത്താവിനെ തള്ളി പറഞ്ഞിട്ടില്ലേ? അല്ലേലി നമ്മൾ പിറുപിറുത്തിട്ടില്ലേ? അല്ലേലി പിന്മാറ്റത്തിന്റെ അനുഭവത്തിലേക്ക് പോയിട്ടില്ലേ? അല്ലേലി എന്നാ കുറ്റം പറഞ്ഞിട്ടില്ലേ? പക്ഷെ എന്നിട്ട് നമ്മുടെ കർത്താവ് പറയണേ, എന്റെ സ്വഭാവം ത്യജിപ്പാൻ എനിക്ക് കഴിയില്ല, ഞാൻ നിങ്ങളോട് പോഷ്കുപായില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞ സകല കാര്യത്തിലും വിശ്വസ്തനാണെന്നാണ് യേശു പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മുടെ കർത്താവിന്റെ സ്വഭാവം ത്യജിപ്പാൻ കർത്താവിന് കഴിയില്ല. മൂന്നാമത്തെ കാര്യം എന്താണ്? ദോഷങ്ങളാൽ പരീക്ഷിക്കാൻ കഴിയുകയില്ലെന്ന് യാക്കോബിന്റെ ലേഖനം 1:13 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു വലിയ ചിന്തയാണ്. നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മളെ ദോഷങ്ങളായി പരീക്ഷിക്കുന്നവനല്ല. അല്ലേല് മക്കൾ നന്നാകണമെന്നുള്ള ചിന്തകളിൽ മാത്രമാണ് പിതാവായി ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത്. അത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. അല്ലേലിയ, നിങ്ങൾ നല്ലവരായി വിശ്വസ്തരായി പാർക്കണം. അല്ലേലിയ, സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ദോഷങ്ങളാൽ ഒരിക്കലും പരീക്ഷിക്കത്തില്ല. അല്ലേലിയ. ഇങ്ങനെയുള്ള വാഗ്ദത്ത വചനങ്ങളും ദൈവത്തിന്റെ കരുതലും സ്നേഹവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ എന്നെ കേൾക്കുന്ന മാതാവ് പിതാവി, നമ്മൾ ദൈവത്തോട് ചേർന്ന് വസിക്കണം. അല്ലേലിയ. നമ്മുടെ കർത്താവിന്റെ വിശ്വസ്തയുടെ മുമ്പിൽ നമ്മെ പരിപൂർണമായിട്ട് സമർപ്പിച്ചു കൊടുക്കണം. ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും, ഏതെല്ലാം കാര്യങ്ങൾ വന്നാലും, ഏതെല്ലാം നേട്ടങ്ങൾ വന്നാലും, താൽക്കാലികമായി സുഖങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും നമ്മൾ ദൈവത്തോട് അവിശ്വസ്തത കാണിക്കരുത്. ജീവിതത്തിൽ സന്തോഷിപ്പിക്കുന്ന, ജീവിതത്തിൽ സന്തോഷം തരുന്ന, ജഡത്തെ സന്തോഷിപ്പിക്കുന്ന പല പ്രലോഭനങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളും സുഖ സൗകര്യങ്ങളും നിനക്ക് വന്നാലും, അല്ലേലൂയ, നീ ജീവിതത്തിൽ ദൈവത്തോടും മനുഷ്യനോടും നിന്റെ കുടുംബത്തോടും നിന്റെ ഉറ്റവരോടും നിന്റെ ജീവിത പങ്കാളിയോടും നീ അവിശ്വസ്തത കാണിക്കരുത്. വിശ്വസ്തനായി പാർക്കണം. രക്തം ചെയ്യും. അല്ലേലൂയ. നമ്മുടെ ആത്മ മണവാളനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും തന്റെ കാന്തയായ സഭയോട്, മണവാട്ടി സഭയോട് അല്ലെങ്കിൽ ഒരിക്കലും അവിശ്വസ്തത കാണിക്കത്തില്ല. വിശ്വസനായി നമ്മെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ യേശു വരാൻ സമയമായി. രക്തം ചെയ്യും. അവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന, നിങ്ങൾ വിശ്വസ്തനായി പാർക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. അല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് കാണാൻ കഴിയുന്നത്, ഈ ഭൂമിയിൽ കർത്താവായിരുന്നപ്പോൾ നൽകിയ വാഗ്ദാനങ്ങൾ ഒരുവൻ വിശ്വസ്തനല്ലാതെ പോയാൽ അവൻ തന്നെ തന്നെ നിഷേധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ദൈവസന്നി വിശ്വസ്തനല്ലാതെ ആയി പോയാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അല്ലേലി, സ്തോത്രം. നമ്മൾ ദൈവസന്നി നമ്മെ തന്നെ നിഷേധിക്കുക. ലേലി, നമ്മുടെ വിശ്വസ്തതയെ നമ്മൾ നിഷേധിക്കുന്നു. നാം ദൈവത്തിന്റെ വചനത്തെ നിഷേധിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വസ്തതയെ നിഷേധിക്കുന്നു. സകലത്തെ നമ്മൾ നിഷേധിക്കുകയാണ് നാം അവിശ്വസ്തനായി മാറുമ്പോൾ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ ആത്മീയ ജീവിതത്തിനകത്ത്, കുടുംബ ജീവിതത്തിനകത്ത്, ഈ ഭൂമി നിന്റെ വിശ്വാസ ജീവിതത്തിനകത്ത് ഒരിക്കലും നിന്റെ ജീവിതത്തെ നീ നിഷേധിച്ച് നീ തന്നെ ആമേലി ഒരു തിന്മയുടെ ഭാഗമായി മാറാതെ നിങ്ങളെപ്പോഴും നന്മ ചെയ്യുന്നവരായിരിക്കണം. രക്തം ചെയ്യും. പ്രൈസലോ. ഈ പ്രഭാതത്തിൽ ഈ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് നൽകിത്തരുന്ന ദൂതുകൾ നിന്റെ ഹൃദയത്തിനകത്ത് നീ ഏറ്റെടുത്ത് നീ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തത നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങും.
നിന്റെ കുടുംബത്തിന്റെ സകല അരിഷ്ടതയും മാറ്റി, അരിഷ്ടാവസ്ഥകളും മാറ്റി, നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെ നീക്കിയിട്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം നിന്റെ ജീവിതത്തിലും കുടുംബത്തിലും നിറവേറുവാൻ തുടങ്ങും. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പം കർത്താവ് എപ്പോഴും നിങ്ങളോട് വിശ്വസ്തത കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ദൈവത്തോട് വിശ്വസ്തതയുള്ള നല്ല മനസ്സിന്റെ ഉടമയായി മാറണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്. സ്തോത്രം. ഈ പ്രഭാതത്തിൽ സകല ജനത്തിനോടും ദൈവത്തിന് പറയുവാനുള്ള, യേശുവിന് പറയാനുള്ള ദൂത്, എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, ശ്രോതാവി, നിന്റെ അവിശ്വസ്തതയെ നീ നീക്കിക്കളഞ്ഞിട്ട് നീ വിശ്വസ്തതയിലേക്ക് മടങ്ങി വരണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തെ തകർത്ത് കളയരുത്. അല്ലേരിയ. ജീവിതത്തെ പണിതെടുക്കണം. രക്തം ചെയ്യും. അല്ലേരിയ. നമ്മൾ നാവ് കൊണ്ട് പറയുന്ന സകല ഫോഷ്കും അവിശ്വസ്തതയുടേതാണ്. ദൈവത്തോടുള്ള അവിശ്വസ്തതയുടെയാണ്. അതുകൊണ്ട് നിങ്ങൾ കളവ് ചെയ്യുവാനെ ചിന്തിക്കരുത്. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. സ്തോത്രം. അല്ലേരിയ. 2 തെസ്സലോനിക്കരുടെ വചനം, അല്ലേരിയ, 3-ാം അധ്യായം 3 നമ്മൾ വായിച്ചാൽ ഇങ്ങനെ കാണുന്നുണ്ട്. അല്ലേരിയ. സ്തോത്രം. ഇങ്ങനെ കർത്താവ് വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. അല്ലേരിയ. ആരാണ് നമ്മുടെ കർത്താവ്? ആരാണ്? വിശ്വസ്തനാണ്. അപ്പൊ നമ്മുടെ ദൈവം നമ്മെ കാത്ത് ദുഷ്ടന്റെ കയ്യിൽ, ദുഷ്ട മനുഷ്യന്റെ കയ്യിൽ, ദുഷ്ട ശത്രുവിന്റെ കയ്യിൽ, അലറുന്ന പ്രതിയോഗിയെ പോലെ, അലറുന്ന സിംഹത്തെ പോലെ, പിശാച് നിനക്കെതിരെ, നിന്റെ കുടുംബത്തിന് തലമുറയ്ക്കെതിരെ വ്യാപരിക്കുമ്പോൾ, അല്ലേരിയ, ആ ദുഷ്ടന്റെ കയ്യിൽ നിങ്ങൾ അകപ്പെടാത്ത വിധത്തിൽ, അല്ലേരിയ, സ്തോത്രം, നിങ്ങളെ കാത്തുകൊള്ളുന്നവനായ യേശു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ കർത്താവ് വിശ്വസ്തൻ എന്ന്. അതുകൊണ്ടാണ് പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയപ്പോൾ പറഞ്ഞത്. അവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ എന്ന് പറഞ്ഞതിന് ശേഷമാണ് കർത്താവ് വിശ്വസ്തൻ എന്ന് പൗലോസ് പറയുന്നത്. കർത്താവിന്റെ ഗുണലക്ഷണങ്ങളിൽ ഒന്നാണ് വിശ്വസ്തത. അവൻ വിശ്വാസികളെ ഉറപ്പിച്ച് കാത്തുകൊള്ളും. ഹല്ലേലൂയ. എന്നിട്ട് വചനം, കർത്താവ് തനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നല്ല, തെസ്സലോനിക്ക വിശ്വാസികൾക്ക് വേണ്ടി എന്തും ചെയ്യാമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. കർത്താവ് ചോദിക്കുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നുള്ളതല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്തു തരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ അനുഗ്രഹിപ്പാൻ, നിങ്ങളെ നന്മയിലേക്ക് കൊണ്ടുവരുവാൻ, നിങ്ങളെ തിന്മയിൽ നിന്ന് വിടിവിക്കുവാൻ, നിന്റെ പാപം ക്ഷമിച്ചു തരുവാൻ, നിനക്ക് രക്ഷ നൽകുവാൻ, പർദീസ നൽകുവാൻ, നിത്യജീവൻ നൽകുവാൻ, നിത്യമായ സന്തോഷം തരുവാൻ, നിത്യമായ സമാധാനം തരുവാൻ, നിത്യമായ ആനന്ദം തരുവാൻ, നിത്യമായ പ്രത്യാശ നൽകുവാൻ, നിത്യമായ സന്തോഷത്തിൽ നിന്നെ നിറച്ചുകൊണ്ട് നിന്നോട് വിശ്വസ്തത പുലർത്തുവാൻ ഞാൻ എപ്പോഴും വിശ്വസ്തനാണെന്ന് തെസ്സലോനിക്ക സഭയോട് ദൈവത്തിന്റെ ആത്മാവ് പൗലോസിലൂടെ അരുളി ചെയ്യുക. അത് തന്നെ നിങ്ങളോടും പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വചനം വായിക്കുന്നത്, ഹല്ലേലൂയ, തെസ്സലോനിക്ക വിശ്വാസികൾക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. കർത്താവ് തന്റെ മക്കളെ പരീക്ഷയിൽ നിന്ന് കാക്കുകയും വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് തന്റെ വിശ്വസ്തത വെളിപ്പെടുന്നത്. ദൈവം നമ്മളെ എങ്ങനെയാണ്? നാം കടന്നു പോകുന്ന സകല പരീക്ഷകളിൽ ദൈവം നമ്മെ വിടിവിച്ച് തന്റെ വിശ്വസ്തത കാത്തുകൊള്ളും. അത് അബ്രഹാമിലൂടെ നമ്മുടെ ബന്ധത്തിലാണ് നമുക്ക് കൂടുതൽ പഠിക്കാൻ കഴിയുന്നത്. നിന്റെ ഏകജാതനായിരിക്കുന്ന മകനെ നീ മോറിയാമലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ദൈവസന്നിധി വിശ്വസ്തനായി നിന്നുകൊണ്ട് ദൈവത്തിന്റെ വാക്കുകൾ ഏറ്റെടുത്ത് തന്റെ മകനായിരിക്കുന്ന ഇസഹാക്കിനെ കുട്ടി മോറിയാമലയിലെത്തി. അവിടെ യാഗപീഠം പണിതതിന്റെ മകനെ യാഗപീഠത്തിൽ കിടത്തി കത്തിയെടുത്ത് വെട്ടുവാൻ ഒരുങ്ങുമ്പോൾ സ്വർഗം സംസാരിച്ചു, അബ്രഹാമിന്റെ മാലിന്യത്തിൽ കൈവെക്കരുത്. അബ്രഹാം പിന്നോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കോലാട്ടിൻകുട്ടി കൊമ്പ് കാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടതിനെടുത്ത് യാഗം കഴിച്ച് അബ്രഹാം ഇസ്ഹാഖൂടെ മടങ്ങിപ്പോന്ന് കാണാം. ദൈവത്തിന്റെ വിശ്വസ്തതയോടെ പാലിച്ചു എന്നുള്ളതാണ്. അല്ലേ? അബ്രഹാം ദൈവസന്നിധി വിശ്വസ്തനായി നിന്നതുകൊണ്ട് ദൈവവും തന്റെ അബ്രഹാമിനോട് വിശ്വസ്തനായി നിന്നു. അബ്രഹാമിന്റെ പരീക്ഷകളിൽ, പരിശോധനകളുടെ നടുവിൽ ദൈവം അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും കാത്തുകൊണ്ടു. ഇത് നമുക്കൊരു ഒരു ആലോചനയാണ്. രക്തം ചെയ്യാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, സ്തോത്രം. ഹല്ലേലൂയ. തന്റെ വിശ്വസ്തത വെളിപ്പെടുത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ.
5-ാം വാക്യത്തിൽ പൗലോസ് വീണ്ടും പറയുന്നത് തെസ്സലോനിക്കർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി കാണാം. അവരുടെ ആത്മീയ ജീവിതം മുഴുവൻ ദൈവസ്നേഹത്താൽ നിറഞ്ഞതും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയാൽ നിബിഡവുമായി തീരണമെന്നാണ് പൗലോസ് 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്ന. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങളെക്കുറിച്ച് കർത്താവ് ഉറച്ചിരിക്കുന്നു, കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ എന്നാണ്. നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തതയല്ലേ മക്കളെ നമ്മളിവിടെ നിൽക്കുന്നത്? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തതയാണ് ഹല്ലേലൂയ ഞാൻ നിങ്ങൾ ഈ ഭൂമിയിൽ ഇന്ന് ഈ നിൽക്കുവാൻ കാരണമായി തീർന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ എത്രയോ അനർത്ഥങ്ങൾ, അപകടങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ജീവിതത്തിനെ ആഞ്ഞടിച്ചപ്പോഴും മരണസമാനമായ വിഷയങ്ങളിലൂടെ നീ കടന്നുപോയപ്പോൾ, സങ്കടങ്ങൾ വന്നപ്പോൾ, ദുരിതങ്ങളും കഷ്ടതകളും പട്ടിണികളും ദാരിദ്ര്യങ്ങളും അനവധി കഷ്ടനഷ്ട വേദന ദുഃഖങ്ങളുടെ നടിയിലൂടെ നീ കടന്നുപോയ സന്ദർഭങ്ങളിലെ വേദനകളും രോഗങ്ങളും മാറാം വ്യാധികളാലും നീ ഭാരപ്പെട്ട സമയങ്ങളിലെ മരണം നിന്റെ ജീവിതത്തിൽ വന്നു നിന്ന സമയമില്ലേ? അവിടെയെല്ലാം ദൈവം നിന്നോട് വിശ്വസ്തത പുലർത്തിയില്ലേ? ലോകം പറഞ്ഞ് നിന്നെ കൊണ്ട് ഇനി പ്രയോജനമില്ല, നീ ജീവിക്കത്തില്ല, എല്ലാം അവസാനിച്ച് ബന്ധുക്കളോട് സ്വന്തക്കാരോടും ഒക്കെ വിളിച്ചു പറഞ്ഞോ ഇനി പ്രതീക്ഷിക്കേണ്ട എന്ന ഡോക്ടർമാർ പോലും വിധി എഴുതിയ സ്ഥാനത്ത് ഇന്ന് നീ ജീവനോട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി പിതാവി, ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ഹല്ലേലൂയ. നിന്റെ കുടുംബം തകരുന്നത് കാണുവാൻ, നിന്റെ തലമുറ തകരുന്നത് കാണുവാൻ, നീ നശിച്ച് നാണാണക്കല്ലടിക്കുന്നത് കാണുമെന്ന് പറഞ്ഞ പലരുടെയും മുമ്പിൽ ദൈവം നിന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ ചിന്തിച്ചു കൊള്ളണം. ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. രക്തം ചെയ്യാൻ നിന്നെ തകർക്കുവാൻ പിശാചി പദ്ധതിയിട്ടപ്പോൾ അവിടെയെല്ലാം നിന്നെ കാത്തു പരിപാലിച്ചത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിങ്ങൾ അവിശ്വസ്തരായി തീരാതെ നിങ്ങൾ ദൈവത്തോട് വിശ്വസ്തത കാത്തു പുലർത്തണം. രക്തം ചെയ്യും. പ്രൈസലോ. നമ്മൾ ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടൊക്കെ ദൈവസന്നിധിക്ക് അന്തം വന്ന തീരുമാനങ്ങളൊക്കെ എടുക്കും. വേർപാട് വിശുദ്ധിയിലൊക്കെ ജീവിച്ചേക്കാവുന്ന. പിന്നെ ചില മനുഷ്യർ കൂട്ടുകൂട്ടൊക്കെ അല്പം കൂട്ടുകമ്പനിയൊക്കെ വരുമ്പോൾ ഒളിഞ്ഞും പതിഞ്ഞും ഒക്കെ ഇരുന്ന് സിഗരറ്റ് വലിക്കും, വീടി വലിക്കും, മയക്ക് മരുന്ന് ഉപയോഗിക്കും. ചിലരൊക്കെ ലഹരികൾ ആരും കാണാതെ ഉപയോഗിക്കും. വൈൻ മേടിച്ച് കുടിക്കും, ബിയർ വാങ്ങി കുടിക്കും. അല്ലേരിയ. കാരണം ദൈവത്തോട് കാണിക്കുന്ന അവിശ്വസ്തത അതൊക്കെ. അല്ലേരിയ. കൂട്ടുകാർ കൂടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ അവിശ്വസ്തത വരത്തക്ക നിലയിൽ, യേശു ക്രിസ്തുவோട് അവിശ്വസ്തത കാണിക്കത്തക്ക നിലയിൽ കൂട്ടുകാർ നിന്റെ ചതിവിലകപ്പെടുത്തും. അങ്ങനെ കൂട്ടുകാരുടെ ചതിവിലകപ്പെട്ട അനവധി വിശുദ്ധന്മാരുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വിശുദ്ധ മതികളുണ്ട്, വിശുദ്ധന്മാരും വിശുദ്ധകളൊക്കെ ഉണ്ട്, ആണും പെണ്ണും ഉണ്ട്. തലമുറയിലും ഒക്കെ ഇന്നത് വ്യാപിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നിന്റെ നിത്യത നഷ്ടപ്പെടും. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ അവിശ്വസ്തത കാണിച്ച് ജീവിക്കുന്ന സമയത്താണ് കർത്താവ് തന്റെ വരവെങ്കിൽ, കർത്താവിന്റെ വരവ് സംഭവിക്കുന്നെങ്കിൽ നീ അവിശ്വസ്തത നടുവിൽ പാർക്കുന്ന നിമിഷം നീ തള്ളപ്പെട്ടു പോകും. വിശ്വസ്തന്മാരെ മാത്രമേ ദൈവരാജ്യത്തിൽ ചേർക്കുകയുള്ളൂ. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വിശ്വസ്തമായി പാർക്കണം. അല്ലേ? ഒന്നാമത്തെ വിശ്വസ്ത കുടുംബത്തിനകത്താകട്ടോ. ആദ്യം ദൈവത്തോട് വിശ്വസ്തത, രണ്ടാമത് കുടുംബത്തിനകത്ത് ഭാര്യയും ഭർത്താവും വിശ്വസ്തത കാത്ത് പരിപാലിക്കണം. വഞ്ചിക്കാൻ പാടില്ല, ചതിക്കാൻ പാടില്ല. എനിക്കറിയാം അന്നപോത്തി ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം ചതിവിൽ, വഞ്ചനയിൽ അകപ്പെട്ട് ഭാര്യ ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ച അനവധി ആളുകളെ എനിക്കറിയാം. ഭർത്താവ് ഭാര്യയുടെ അവിശ്വസ്തത കാണിച്ച പല എനിക്കറിയാം. അല്ലെങ്കിൽ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ അവിശ്വസ്തരായി തീരാതെ വിശ്വസ്തനായി പാർക്കണം. നീ കാണിച്ച ഓരോ അവിശ്വസ്തതയ്ക്ക്, നീ കാണിച്ച ഓരോ ചതിവിന്, നീ കാണിച്ച ഓരോ വഞ്ചനയ്ക്കും നീ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നീ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അത് നിന്റെ കുടുംബത്തിലും നിന്റെ ജീവിതത്തിന്റെ തലമുറയിലും ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടുക തന്നെ ചെയ്യും. നീ കാണിച്ച സകല അവിശ്വസ്തതയ്ക്കും സകല വഞ്ചനയ്ക്കുമുള്ള പ്രതികാരം, അതിനുള്ള മറുപടി നീ ഇവിടെ വെച്ച് തന്നെ പ്രാപിക്കുമെന്നാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. മാനസാന്തരപ്പെടണം കേട്ടോ. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ചിലർ തേനൊഴുകുന്നത് പോലെ സംസാരിക്കും, ചിലർ തേനൊഴുകുന്നത് പോലെ സംസാരിക്കും, എന്നാൽ ജീവിതത്തിൽ വിശ്വസ്തത പാലിക്കുകയില്ല. അനേക വാക്തത്വങ്ങളെ അവർ വീശി എറിയുന്നു. പക്ഷെ ഒന്നും നിറവേറി കാണുവാൻ കഴിയാതെ
ആമേൻ, അവർ വഞ്ചിതരായി മാറുന്നു. മനുഷ്യൻ പറയും, നിങ്ങൾക്ക് ഞാനുണ്ട്, നിനക്ക് ഞാനുണ്ട് എന്നൊക്കെ മനുഷ്യൻ പറയും. തേനൂറുന്ന പോലെ സംസാരം. ഒരിക്കലും ഒരു ദൈവദാസൻ അല്ലുരിയ ഒരു ദൈവഭക്തൻ ഒരു വീട്ടിൽ ചെന്ന് വളരെ തേനൂറുന്ന പോലെ ആ വീട്ടിലെ സഹോദരിയോട് സംസാരിച്ചു. വളരെ സംസാരിച്ചു. ഭർത്താവിന്റെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഭർത്താവിന്റെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഭർത്താവ് ചെയ്യാത്ത കാര്യങ്ങൾ പോലും ചെയ്തുവെന്ന് പറഞ്ഞു കൊടുത്ത ഭാര്യയുടെ മനസ്സിനെ അദ്ദേഹം വശീകരിച്ച്, തേനൂറുന്നതുപോലെയുള്ള സംസാരങ്ങൾ സംസാരിച്ച ഭാര്യയുടെ മനസ്സിനെ വശീകരിച്ച് അവിടെ ദൈവസനയിൽ അദ്ദേഹം അവിശ്വസത കാണിച്ച കുടുംബജീവിതത്തിൽ വിള്ളലുണ്ടായി. അങ്ങനെയുള്ള ദൈവഭക്തന്മാരോട് പറയട്ടെ, നീ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരത്തിന്റെ കീഴിലാണ്. നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടും. ചില കുടുംബങ്ങളൊക്കെ എടുത്തു പറയാൻ തോന്നുന്നുണ്ട്, ചില വ്യക്തികളെയൊക്കെ എനിക്ക് എടുത്തു പറയാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഇത് സോഷ്യൽ മീഡിയ ആണല്ലോ. അല്ലേലിയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ ഒരു ഭവനത്തിനകത്തും ചെന്ന് തേനൂറുന്ന സംസാരം സംസാരിച്ച് ആ കുടുംബത്തിനകത്ത് നീ വഞ്ചന ചെയ്യരുത്. ആ കുടുംബത്തിനകത്ത് നീ അവിശ്വസ്തത കാണിക്കരുത്. നീ മഹാപാപിയാണ്. അല്ലേലി. എന്നിട്ട് ഭക്തിയുടെ വേഷഭൂഷാത്തിൽ അണിഞ്ഞിട്ട് വേദപുസ്തകം എടുത്ത് ഒക്കത്ത് വെച്ച് നടന്ന ഭയങ്കര പ്രസംഗം നടത്തുകയും ചെയ്യും. കരാമന്മാർ. അല്ലേലിയ. ദൈവത്തെ ഭയമില്ലാത്തൊരു കൂട്ടരെ. സ്തോത്രം. മാനസാന്തരപ്പെടണം കേട്ടോ. അതുകൊണ്ടാ വചനം പറയുന്ന, അവിശ്വസ്തനായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. നീ എത്ര പ്രാവശ്യം ദൈവത്തോട് അവിശ്വസ്തനായി പാർക്കുന്നു? നീ ഏതെല്ലാം ഭവനത്തിൽ ചെന്ന് തേനൂറുന്ന സംസാരങ്ങൾ സംസാരിച്ചു, ഏതെല്ലാം വീടുകളിൽ ചെന്ന് നീ ആരോടെല്ലാം തേനൂറുന്ന വിധത്തിൽ സംസാരിച്ച് നീ അവരെ വഞ്ചിച്ചിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്. അല്ലേലിയ. നിനക്ക് അവസാനം ഒരുക്കി വെച്ചിരിക്കുന്നത് കെടാത്ത തീയും ചാകാത്ത പുഴുള്ള ഗന്ധവും കത്തവും തീപ്പൊയ്യ നിന്റെ അവസാനം. അല്ലേലിയ. രക്തം ചെയ്യാം. പ്രൈസ് ലോർഡ്. തേനൂറുന്ന പോലെ സംസാരിച്ച് കുടുംബത്തിനകത്ത് അവിശ്വസ്ത വിള്ളല് വരുത്തിയിട്ട് നീ നീതിമാനാണെന്ന്, നീ ജയിച്ചു എന്ന് ചമഞ്ഞ് നീ ജീവിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് പ്രതികാരം തരുവാൻ കഴിയാഞ്ഞിട്ടല്ല, നിന്നോട് പ്രതികാരം ചോദിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. അല്ലേലിയ. ദൈവം നിന്നെ ന്യായം വിധിക്കുമെന്നുള്ള വിശ്വാസമുറവിൽ ചിലരൊക്കെ ക്ഷമിച്ചു തരുന്നതാ കേട്ടോ. രക്തം ചെയ്യും. പ്രൈസലോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു, ആമി സ്തോത്രം, നിങ്ങൾ വിശ്വസ്തരായി പാർക്കണം. ജീവിതത്തിൽ ഏത് സമയത്ത് നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ, സങ്കടങ്ങൾ കടന്നു വരുമ്പോൾ, ആമി നിങ്ങൾ ജീവിതത്തിൽ സന്തോഷത്തോടെ നിൽക്കണം. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് പറഞ്ഞത്, 12-ാം സംഗീതത്തിന് 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അല്ലേലിയ. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസന്മാർ മനുഷ്യപുത്രന്മാരുടെ കുറഞ്ഞിരിക്കുന്നു. ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു, കപടമുള്ള അത്തരങ്ങളും ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. ലേവിയ. കണ്ട 12-ാം സംഗീതം വായിച്ച് മാനസാന്തരപ്പെടണം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസനെ, ദൈവദാസിയെ, എന്നെ കേൾക്കുന്ന സഹോദര സൗരി, നീ 12-ാം സംഗീതം വായിച്ച് 15-ാം സംഗീതം വായിച്ച് നീ മാനസാന്തരപ്പെടണം. നീ ചെയ്തു കൂട്ടിയ സകല വ്യാജങ്ങളും വഞ്ചനകളും ദൈവം പൊറുക്കാത്തതാണ്. നീ ദൈവത്തോട് കാണിച്ച അവിശ്വസതയ്ക്ക് ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റില്ല. അത്രമാത്രം ക്രൂരമായതാണ് നീ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് പറഞ്ഞ്, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. അല്ലേലിയ. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. അല്ലേലിയ. നിങ്ങളെ വചനം മുഴുവൻ വായിക്കണം. 12-ാം സംഗീതം വായിച്ച് നീ മാനസാന്തരപ്പെടണം കേട്ടോ. നിത്യത്തിലേക്ക് പോകാനാണെങ്കിൽ മാനസാന്തരപ്പെടണം. അല്ലെങ്കിൽ ദൈവം നിന്നോട് വിശ്വസ്ത കാണിച്ചാൽ, നീ കാണിച്ച വഞ്ചനയുണ്ടല്ലോ, നീ കാണിച്ച അവിശ്വസ്തയ്ക്ക് ലോകം നിന്നോട് ക്ഷമിക്കത്തില്ല. ലേലി. ലോകം നിന്നോട് ക്ഷമിക്കത്തില്ല. ലോകത്തിന്റെ മുമ്പിൽ നീ കുറ്റവാളി തന്നെയാ. നിയമത്തിന്റെ മുമ്പിൽ നീ കുറ്റവാളി തന്നെയാ. ദൈവം നിന്നോട് ക്ഷമിച്ചു തരും. സ്തോത്രം. ചെല്ലു പറയും, ദൈവം ക്ഷമിച്ചാൽ പിന്നെ ലോകത്തിന് മുമ്പിൽ എന്നെ എന്താ ചെയ്യാനാ? അല്ലേ, രോഗക്കാരുടെ കയ്യിൽ നിന്നെ കിട്ടിയ അവരിതിനെ പിച്ച് ചെയ്തു, അത്രയേ ഉള്ളൂ. പ്രൈസലോ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരിക്കലും അവിശ്വസ്തനായി തീരാതെ വിശ്വസ്തനായി പാർക്കുവാൻ ശ്രമിക്കണം. ദൈവത്തിന്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയാത്തതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്വഭാവത്തെ ത്യജിച്ച് കളയരുത്. ഭോഷ്ക്ക് പറയരുത്. ദോഷങ്ങളാൽ മറ്റാരെയും നമ്മൾ പരീക്ഷിക്കുവാൻ പരീക്ഷിക്കരുത്. യേശു ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ തന്നെ ഉണ്ടായിരിക്കട്ടെ എന്നാ ഫിലിപ്പി ലേഖനം 4:10, ക്രിസ്തുവേശുള്ള ഭാവം നിങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കട്ടെ. ലേലിയ. ഫിലിപ്പി ലേഖനം 2:5, ക്രിസ്തുവേശുള്ള ഭാവം നിങ്ങൾ തന്നെ ഉണ്ടായിരിക്കട്ടെ. ലേലിയ. ഇപ്പൊ 2:5 കേട്ടോ. ക്രിസ്തുവേശുള്ള ഭാവം നിങ്ങൾ തന്നെ ഉണ്ടായിരിക്കട്ടെ. ആമി. 1 പത്രോസ് ലേഖനം 4:1 വായിച്ച്, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുപോലെ തന്നെ നിങ്ങളും ആ ഭാവം ആയുധമായി ധരിക്കണം.
അതുകൊണ്ട് നിങ്ങൾ എല്ലാ മേഖലയിലും വിശ്വസ്തരായിരിക്കണം, അവിശ്വസ്തരായി മാറരുതെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. രക്തം ചെയ്യും ലേരിയ. അവിശ്വസ്തത നിറഞ്ഞ തലമുറയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കള്ളവും ഭോഷ്കും വ്യാജവും ഉള്ളവരായി തീരുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ കുടുംബത്തിനകത്ത് നീ അവിശ്വസ്തതയോട് ജീവിക്കുകയാണെങ്കിൽ, കള്ളവും ഭോഷ്കും വ്യാജവും ഉള്ളവനായി നീ ജീവിച്ചാൽ, നിനക്ക് വളർന്നു വരുന്ന തലമുറ അത് കണ്ടു പഠിച്ച് അവരതിലേക്ക് തന്നെ വളർന്നുകൊണ്ടിരിക്കും. അല്ലേറിയ. യാതൊരു മനുഷ്യനെയും വിശ്വസിക്കുവാൻ സാധിക്കാത്ത ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിതത്തിൽ തിന്മയെ വിട്ട് നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ വിശ്വസതയോടെ ജീവിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മക്കളും അല്ലേറിയ അങ്ങനെ ജീവിക്കാൻ കഴിയുള്ളൂ. പ്രൈസോ അല്ലേറിയ. മക്കളെ, അമേരിക്കയിൽ നിങ്ങൾക്ക് വലിയ ശമ്പളത്തിൽ ജോലി വാങ്ങിച്ചു തരാം, വിദേശ രാജ്യത്ത് വളരെ ശമ്പളത്തിൽ ജോലി വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത വിശുദ്ധന്മാരുണ്ട്. അല്ലെങ്കിൽ ഒടുവിൽ നിങ്ങൾക്ക് ജോലിയുമില്ല, വിദേശത്ത് പോകാനും കഴിയില്ല, കൊടുത്ത പൈസ നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ദുഃഖമായി നടക്കുന്ന അനവധി ആളുകളുണ്ട്. സഹോദരിമാരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വിശുദ്ധന്മാരും നിങ്ങളുടെ മുമ്പിൽ വന്ന് വ്യാജം പറയും. അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യൻ എന്തും കാണിക്കും കേട്ടോ. പണം ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യും. പണം ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യൻ തന്റെ സ്വഭാവവും ത്യജിക്കും, ഫോഷ്കും പറയും, ദോഷങ്ങളാൽ നിങ്ങളെ ചതിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. വിശ്വസ്തനായ ഒരുത്തിനെ ആർ കണ്ടെത്തും എന്ന് ശലോമോൻ ചോദിക്കുന്നു. അതേ, മായകളും വേഷങ്ങളും വഞ്ചനകളും മിശ്രിതങ്ങളും ഒക്കെ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ വിശ്വസ്തനായ ഒരു മനുഷ്യനെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ പ്രിയ കർത്താവിനെ നോക്കുവിൻ. കാട്ടുമരങ്ങളുടെ ഇടയിൽ നാരകം എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ സ്തോത്രം, അവിശ്വസ്തരായ ജനങ്ങളുടെ നടുവിൽ നമ്മുടെ പ്രിയൻ വിശ്വസ്തനായിരിക്കുന്നുവെന്നാണ് ശലോമോൻ പാടിയത്. നിങ്ങൾ ഉത്തമഗീതമൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഗത്തിലേക്കുള്ള. അപ്പം ഈ കാട്ടുമരങ്ങളുടെ ഇടയിൽ കാട്ടുമരങ്ങളുടെ ഇടയിൽ സ്തോത്രം, നാരകം എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ തന്നെ അവിശ്വസ്തരായ ജനങ്ങളുടെ നടുവില് നമ്മുടെ കർത്താവ് സ്തോത്രം വിശുദ്ധനായി പാർക്കുന്നു. അപ്പൊ കോടാനുകോടി കാട്ടുമരങ്ങൾക്കിടയിൽ വളരുന്ന നാരകത്തിന്റെ രുചിയും മണം ഒരിക്കലും കെട്ടുപോകുന്നില്ല. നാരകത്തിൽ കായ്ക്കുന്ന നാരകയ്ക്കും നാരകത്തിനും അതിന്റെ ഇലയ്ക്കും മുള്ളിനും തടിക്കുമല്ല ഒരേ സുഗന്ധമാണ്. ഒരിക്കലും കാട്ടുമരങ്ങളിടയിൽ അത് വളർന്നു വന്നത് കൊണ്ട് അതിന്റെ സ്വഭാവത്തിനും ഗുണത്തിനും രുചിക്കും മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞതുപോലാണ് അവിശ്വസ്തരായി ജീവിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വിശ്വസ്തനായി പാർക്കുന്നു. യേശുവിന്റെ ശുശ്രൂഷ, യേശുവിന്റെ ജീവിതം പഠിക്കണം എന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, അവിശ്വസ്തനായ ജനത്തിന്റെ നടുവിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ, നിങ്ങളുടെ സ്വഭാവം ത്യജിച്ചു കളയാതെ നിങ്ങൾ വിശ്വസ്തനായി പാർക്കണം. രക്തം ചെയ്യും. പ്രൈസലോ. ഇന്ന് പകൽ കുടുംബത്തിൽ അവിശ്വസ്തത പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. കർത്താവ് വരാൻ സമയമായി. എന്റെ ഏരിയ രക്തം ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. രക്തം ചെയ്യും. മാനസാന്തരം ആവശ്യമാണ്. മാനസാന്തരപ്പെട്ടേ മതിയാകും. ഒരിക്കൽ മാനസാന്തരപ്പെട്ടതുകൊണ്ട് നീ ജയിച്ചു, ഒരിക്കൽ മാനസാന്തരപ്പെട്ട അനുഭവം നിനക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നീ പൂർണ്ണനാണെന്ന് വിശ്വസിക്കുക. ദിവസം തോറും മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. ദിവസം തോറും നിങ്ങൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ദിവസം തോറും മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. ദിവസം തോറും നിങ്ങൾ വിശ്വസ്തനായി പാർക്കണം. ഹല്ലേലൂയ. അതെ, നീ വിശ്വസ്തനായി പാർക്കണം. രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന്റെ വചനം, ചിലർക്ക് പ്രാർത്ഥനാ ശുശ്രൂഷ ദൈവം നൽകുന്നു. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദേശത്തിനു വേണ്ടി, ശുശ്രൂഷകന്മാർക്ക് വേണ്ടി ഭാരതത്തോടെ പ്രാർത്ഥിക്കുവാനായി ദൈവരെ തട്ടി ഉണർത്തും. മറ്റു ചിലർക്ക് ആശ്വാസത്തിന്റെ ശുശ്രൂഷകൾ നൽകുന്നു. ചിലർക്ക് രോഗികളെ സന്ദർശിക്കുവാനും, ചിലർക്ക് സ്തോത്രം മറ്റു മനുഷ്യരുടെ സങ്കടങ്ങളിൽ ചെന്ന് അവരെ ആശ്വസിപ്പിക്കുവാനും ഒക്കെയുമായിട്ട് വ്യത്യസ്ത തലങ്ങളിലുള്ള കൃപകളാണ് ദൈവം മനുഷ്യനെ ഫലമേൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ജനങ്ങൾക്ക് കർത്താവ് നൽകുന്ന നല്ല ജോലി, സുഖസൗകര്യങ്ങളും ഒക്കെ നാം അനുഭവിക്കുമ്പോൾ തന്നെ നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷകളിൽ നാം വിശ്വസ്തരായിരിക്കണം.
കർത്താവ് നിങ്ങൾക്ക് വ്യത്യസ്തമായ നിലയിലുള്ള ജീവിതങ്ങളും സാഹചര്യങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും ജോലികളും ഒക്കെ ദൈവം നിങ്ങൾക്ക് നൽകി നിങ്ങളെ മാനിച്ച് അനുഗ്രഹിക്കുമ്പോൾ ആമേ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ നാം വിശ്വസ്തരായിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് നന്മ വർദ്ധിക്കുന്തോറും നമ്മൾ കർത്താവിന്റെ ശുശ്രൂഷയിൽ വിശ്വസ്തരായിരിക്കണം. പലർക്കും നന്മകൾ വർദ്ധിക്കുമ്പോൾ, അനുഗ്രഹം വർദ്ധിക്കുമ്പോൾ അവർക്ക് പിന്നെ സമയമില്ല. കർത്താവിന്റെ വേലയിൽ അവർ അവിശ്വസ്തരായി തീരുന്നു. എത്രമാത്രം നീ ഉയർന്നാലും, എത്രമാത്രം നീ ഉയരത്തിലേക്ക് എത്തിയാലും, നിന്നെ ഉയർച്ചയിലേക്ക് എത്തിച്ച, നിനക്ക് ഉയർച്ച തന്ന, ജോലി ചെയ്യുവാൻ ആരോഗ്യം തന്ന, രോഗത്തെ നീക്കിത്തന്ന്, ശാപത്തെ നീക്കിത്തന്ന്, നിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് നിന്നോട് നിന്റെ കുടുംബത്തിൽ വിശ്വസ്തത പുലർത്തിയ കർത്താവിനോട് നിനക്ക് വിശ്വസ്തതയുണ്ടായിരിക്കണം. രക്തം ചെയ്യും. അതാണ് കർത്താവ് പറയുന്നത്. അപ്പൊ നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ നന്മയിലും നാം വിശ്വസ്തരായിരിക്കണം. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മയിലും നാം ദൈവസഭയുടെ വിശ്വസ്തരായിരിക്കണം. നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങളുടെ അധ്വാനത്തിന്റെ ദശാംശം നിങ്ങൾ കൃത്യമായിട്ട് സഭയ്ക്ക് കൊണ്ട് കൊടുക്കണം. പണം കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ പണത്തെ നോക്കിയിട്ട് നിങ്ങൾ മഞ്ഞളിച്ചു പോകാതെ നിനക്ക് ലഭിച്ച നന്മയുടെ ദശാംശത്തെ നീ സഭയ്ക്ക് കൊടുക്കണം. അവിടെ നീ അവിശ്വസ്തത കാണിക്കരുത്. ദൈവത്തിന് കൊടുക്കേണ്ടത് നീ കൊടുക്കാതെ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചാൽ നീ പിടിച്ചു വെച്ചതിന് 4 ഇരട്ടി നീ ഹോസ്പിറ്റലിൽ ചെലവഴിക്കേണ്ടി വരും, അല്ലെ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ ചെലവഴിക്കേണ്ടി വരും. നഷ്ടങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരും. അതുകൊണ്ട് നിനക്ക് തന്നിരിക്കുന്ന സകല നന്മയിലും നീ ദൈവത്തോട് വിശ്വസ്തത പുലർത്തണം. രക്തം ചെയ്യണം. ഹല്ലേലൂയ. പല സന്ദർഭങ്ങളിൽ നാം അവിശ്വസ്തയുടെ നടക്കുന്ന സാഹചര്യങ്ങളുണ്ട്. വിശുദ്ധിയിൽ നിന്നും വഴുതി പോകുന്ന സമയങ്ങളുണ്ട്. ഹല്ലേലൂയ. പല സന്ദർഭങ്ങളിൽ നാം അവിശ്വസ്തരായി ദ്രോഹികളായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് അവിടെയെല്ലാം വിശ്വസ്തനായി നിൽക്കുക. നാം ചെയ്തു കൂട്ടുന്ന സകല ഗൂഢതന്ത്രങ്ങളും നടുവില് നമ്മുടെ ദൈവം വിശ്വസ്തനായി നിൽക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറയുന്നത്, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. കാരണം നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ദൈവം നമ്മെ സൂക്ഷിക്കുന്നു. അവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നയ്ക്ക് നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. 1 തീമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെ നേടി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. പൗലോസ് പറയുക, പൗലോസിന്റെ ജീവിതത്തെക്കുറിച്ച്, തന്റെ അയോഗ്യതയെക്കുറിച്ചുള്ള ചിന്തയാൽ പൗലോസ് ഇവിടെ ആഴമായി സ്പർശിക്കുക. ഒരുത്തൽ പൗലോസ് പറയാൻ, ഞാൻ ദുഷ്ടൂരിനും ചതിയനും ദൈവവചനത്തിന് വിരോധമായി നടന്നവനാണ്. ഹല്ലേലൂയ. എന്നാൽ കർത്താവിനെ വിളിച്ച് വേർതിരിച്ച് കർത്താവിന്റെ വിശ്വസ്തതയിൽ എന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ, എന്റെ കഴിഞ്ഞകാല അവിശ്വസ്തതയെല്ലാം നീക്കി ഞാൻ ദൈവത്തോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ കർത്താവിനെ, ഹല്ലേലൂയ, സ്തോത്രം, വിശ്വസ്തനായി, ഹല്ലേലൂയ, വിശ്വസ്ത ശുശ്രൂഷകനായി ദൈവനെ വേർതിരിച്ചു എന്ന് പൗലോസ് പറയുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എന്നെ വിശ്വസ്തനെ തന്നെ പൗലോസ് പറയുന്നത്. അത് നമ്മളെ ദൈവം വിശ്വസ്തനെ തന്നെ ശുശ്രൂഷ പരമേൽപ്പിച്ചിരിക്കുമ്പോൾ നാം എല്ലാ അവിശ്വസ്തതയെ നീക്കിക്കളഞ്ഞിട്ട് ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തി നമ്മുടെ ശുശ്രൂഷ തികയ്ക്കുവാൻ കഴിയണം. രക്തം ചെയ്യും. അവിടെ വായിച്ച വചനത്തിലേക്ക് വന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്താ നമ്മൾ വായിച്ച 2 തീമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യമാണ്. ഹല്ലേലൂയ. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, പല സന്ദർഭങ്ങളിൽ നീ അവിശ്വസ്തനായി മാറിയിട്ടുണ്ട്. ദൈവത്തോട് അവിശ്വാസം പുലർത്തിയിട്ടുണ്ട്. നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിൽ നീ അവിശ്വാസം പുലർത്തിയിട്ടുണ്ട്. പക്ഷെ നീ ദൈവത്തോട് വിശ്വസ്തത പുലർത്താതെ നിന്റെ ജീവിത സുഖങ്ങൾക്ക് വേണ്ടി, നിന്റെ ജീവിത താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി നീ ചെയ്തു വെച്ച സകല കൂട്ടിയ വഞ്ചനകൾക്ക് നീ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് ഇതോവൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സൂര്യ, എന്നെ കേൾക്കുന്ന തലമുറയോട് പറയട്ടെ, നിന്റെ അവിശ്വസ്തതയുള്ള ജീവിതം വിട്ടിട്ട് നീ വിശ്വസ്തയിലേക്ക് മടങ്ങി വരണം. നിന്റെ കർത്താവ് എപ്പോഴും ദൈവം നമ്മുടെ വിശ്വസ്തത കാണിക്കുന്നതുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നീ വിശ്വസ്തത ഒരുങ്ങണം. രക്തം ചെയ്യും. ഓരോ അവിശ്വസ്തന്മാർക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. രക്തം ചെയ്യും.
സ്വർഗരാജ്യം വിശ്വസ്തന്മാരെ കൊണ്ടും വീണ്ടെടുക്കപ്പെട്ടവരെ കൊണ്ടും രക്ഷിക്കപ്പെട്ടവരെ കൊണ്ടും മാനസാന്തരപ്പെട്ടവരെ കൊണ്ടും നിറയപ്പെട്ടതാണ് ദൈവരാജ്യം. രക്തജയം പ്രൈസരോ മടങ്ങി വരുവാനൊരു അവസരം ദൈവം തരിക. ഇതുപോലെ നിങ്ങൾക്ക് എന്നോട് പറയാം, കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അവിശ്വസതകൾ വന്നിട്ടുണ്ട്, പാപങ്ങൾ വന്നിട്ടുണ്ട്. അവ ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിന്റെ സന്നിധിയെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇനിയുള്ള കാലം അങ്ങയുടെ സന്നിധി വിശ്വസ്തനായി പാർക്കുവാൻ ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എന്റെ കുടുംബത്തിൽ ഞാൻ ചെയ്തു പോയ സകല അവിശ്വസ്തതയ്ക്കും എന്നോട് മാപ്പ് നൽകണമേ. അവിടുത്തെ രക്തത്തോടെ കഴുകി ശുദ്ധീകരിക്കണമേ. ദൈവരാജ്യം എനിക്ക് നഷ്ടപ്പെടാതെ അങ്ങയുടെ വരവിൽ ഒരുക്കമുള്ളവനായി ജീവിക്കുന്നവളായി തീരുവാൻ ഇനി എന്റെ കുടുംബത്തെ ഒരുക്കണമെന്ന് ബന്ധുക്കൾ ദൈവത്തിന് വീട് കണ്ടെന്ന് പ്രാർത്ഥിച്ച് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചായിട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. വചനം കേട്ടുകൂടി സകല ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർത്തത്തിലും അനുവൃത്തരാശന യാചർ ഓർഡിനൻസ് ഓൾഡ് ജുവൽ തടവറയിലായിരിക്കുന്ന വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവർ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസിമാർ, ട്രൈബൽ മേഖലയിൽ ഭരിക്കുന്നവരും അധികാരികളും ഇവിടുത്തെ സകല ജനത്തെയും കരസേന, വ്യോമസേന, നാവികസേനാധികാരികൾ, BSF അതിർത്തികൾ കാക്കുന്നവർ, ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവർ, എല്ലാ കർത്താവി സ്തോത്രം, എല്ലാ കർത്താവി രഹസ്യാന്വേഷണ ഭാഗങ്ങളെയും പോലീസിന്റെ വിവിധ സെക്ഷനുകൾ, ജുഡീഷ്യൽ വിവിധ സെക്ഷനുകൾ, കരയിലും കടലിലും ആകാശമാർഗം വാഹനം ഓടിക്കുന്ന യാത്ര ചെയ്യുന്നവർ, വാഹന സെയിൽസ് ചെയ്യുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടലോരവാസികളും തീരവാസികളും, സമുദ്രത്തിന്റെ ആഴങ്ങളിൽ മത്സ്യബന്ധനെ കടന്നുപോയിരിക്കുന്നവർ, സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഖനികളും കമ്പനികളും ഫാക്ടറികളും ജോലി ചെയ്യുന്ന വലുത് ചെറുതുമായ എല്ലാ വഴിയോര കച്ചവടക്കാരും, വ്യാപാരികളെ, എല്ലാ കാർഷികരെയും, എല്ലാ ക്ഷീരവ്യവസായകരെയും, എല്ലാ കൺസ്ട്രക്ഷൻ മേഖല, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്, എല്ലാ കർത്താവിന്റെ ഷൂട്ടർ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ, സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, സാമ്പത്തിക മേഖല, കൺസ്ട്രക്ഷൻ മേഖല, ബാങ്കിംഗ് മേഖല, ഭരണവിരുദ്ധ പാർട്ടികൾ, മത, സാമൂഹിക, സംസ്കാര സംഘടന രംഗത്ത് നിൽക്കുന്ന ജനപ്രമാധ്യ മീഡിയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ കർത്താവേ, ഞങ്ങൾ സകലരെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല ജനത്തെ അവിടെ അനുഗ്രഹിക്കണമേ. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, പഠിക്കാൻ പോയവർ കർത്താവിന്റെ കഷ്ടം സഹിക്കണം. വിസ നഷ്ടപ്പെട്ട് നാട്ടിൽ കടന്നു കഴിയാതെ, വിസ പുതുക്കി കിട്ടാതെ, സാലറി കിട്ടാതെ, മണലാരത്തിൽ കഷ്ടം സഹിക്കുന്നവർ, വിദേശ രാജ്യം ജോലിക്കായി കടന്നു പീഡ അനുഭവിക്കേണ്ട സഹോദരിമാർ, എല്ലാം ദൈവം പിടിപ്പിക്കണമേ. ദൈവത്തോട് വിശ്വസ്തത പുലർത്തി മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ ജനത്തെ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഇന്ത്യ രാജ്യത്തിന് വേണ്ടി 140 കോടിയിലും ജനം അവിശ്വസ്തത വിട്ട് മാനസാന്തരപ്പെട്ട് വിശ്വസ്തരായി പാർക്കുവാൻ 6 ലക്ഷം ഗ്രാമങ്ങളുടെ ശുദ്ധീകരണത്തിനായി, അധികാരികളുടെ ശുദ്ധീകരണത്തിനായി കേരളത്തിന് 14 ജില്ലകളിലും 1.25 കോടി ജനങ്ങളെ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത നിരസ്ഥാന തൊഴിലാളികളെയും 7 ഭൂഖണ്ഡങ്ങൾ, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക രാജ്യങ്ങൾക്കായി 800 കോടിയിലധികം ജനങ്ങൾ ഇവർക്കെല്ലാം മാനസാന്തരത്തോടെ ദൈവത്തോട് അവിശ്വസ്തപ്പെടുത്തി ജീവിക്കുന്ന ഈ ദൈവത്തിന്റെ ന്യായവിധിയിൽ അകപ്പെട്ട് നിത്യനാശത്തിലേക്ക്, നിത്യ നരകത്തിലേക്ക് പോകാതെ കർത്താവി തെറ്റുകൾ തിരുത്തി മടങ്ങി വന്ന് വിശ്വസ്തനായി പാർത്ത് നിത്യമായി സ്വർഗത്തിൽ കർത്താവിന്റെ സന്നിധി എത്തിച്ചേരുവാൻ ഈ ജനത്തെ ഒരുക്കണം. കർത്താവിന്റെ വരവേറ്റ് വാസനയായിരിക്കുന്ന കാലഘട്ടത്തിൽ ജനം മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ യേശുവിന്റെ കരങ്ങളിലിരിക്കുന്നു. കർത്താവ്, കാലവർഷം വളരെ ശക്തമായി പല ജില്ലകളിൽ ഭീതിറങ്ങുമ്പോൾ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതെ, മരണക്കണികൾ ഉണ്ടാകാതെ, ആൾനഷ്ടങ്ങൾ ഉണ്ടാകാതെ, ഭവനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ കർത്താവ് ജനത്തെ സൂക്ഷിക്കുക, പരിപാലിക്കുന്ന കാലവർഷം മഴ ഞങ്ങൾക്ക് ആവശ്യമാണ്. കർത്താവ് ശാന്തമായി പെയ്യുവാൻ കർത്താവ് പ്രകൃതിയോട് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. സകലത്തിന്മേലും ദൈവനീതി വെളിപ്പെടുത്തണം. യേശു ക്രിസ്തുവിന്റെ വിളിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.